മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു, ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ കൊത്തിവെക്കേണ്ട ചില ചോദ്യങ്ങള്, അല്ലെങ്കിൽ എഴുതിവെക്കേണ്ട ചില ചോദ്യങ്ങള് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരാരെ? തഅസിൽ ഇലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ദാകാല ഉൻദി ഫിൽ മഖാലി ശനീഉ. അല്ലേ, നമ്മൾ പറയാൻ എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടാണ്, വിധങ്ങൾ ഇഷ്ടാണ്. തഅസിൽ ഇലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ദാകാല ഉൻദി ഫിൽ മഖാലി ശനീഉ. നീ തെറ്റ് ചെയ്ത് നടക്കുക, പാപം ചെയ്ത് നടക്കുക, തോന്നിയതൊക്കെ ചെയ്ത് നടക്കുക, എന്നിട്ട് നീ പറയാൻ എനിക്ക് പടച്ചോൻ ഇഷ്ടാണ്, നബിതങ്ങൾ ഇഷ്ടാണ്. അത് വേസ്റ്റ്, വെറും വെറും നിന്റെ വാക്കിന് പ്രാധാന്യമില്ല. എന്ത് വാക്കാണത്? എന്നിട്ട് ചോദിക്കാൻ, ഇൻകാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅത. നീ പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ, നീ പറയാൻ എനിക്ക് എന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമാണ്, അള്ളാഹുവിനോടാണ് എനിക്ക് സ്നേഹം എന്ന് പറയുന്ന വാക്കിൽ അല്പം പോലും ആത്മാർത്ഥതയുടെ ലാഞ്ചനയുണ്ടെങ്കിൽ, ഇൻ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. കാരണം നീ ആരെയാണോ സ്നേഹിക്കുന്നത്, ആ സ്നേഹിക്കുന്ന ആൾ വല്ലതും പറഞ്ഞാൽ നീ അനുസരിക്കൂലേ? സ്നേഹിക്കുന്ന ആൾ വല്ലതും പറഞ്ഞാൽ നീ അനുസരിക്കൂലേ? കല്യാണം കഴിഞ്ഞതിന് ശേഷം നോക്കണ്ട, കല്യാണം കഴിയുന്നതിന് മുമ്പ് 2 വർഷം നിക്കാഹ് കഴിഞ്ഞ സമയത്ത് ഭാര്യ വിളിച്ചിട്ട് എനിക്ക് അത് വേണം, നിനക്ക് എന്താ വേണ്ടത് ഞാൻ തരാം. പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാര് ഭാര്യ പറയണം എനിക്ക് ഐഫോൺ 7 വേണം, അപ്പൊ പിന്നെ ഉള്ള കിഡ്നി അടക്കം വിറ്റിട്ട് ഐഫോൺ 7 വാങ്ങിച്ചു കൊടുക്കും. എന്തേ? സ്നേഹാൻ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു യുതീഉ. കാരണം നീ സ്നേഹിക്കുന്ന ആൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും. നിനക്ക് ജോലി വരെ ഉണ്ടാവൂല, നീ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടെങ്കിലും കൊടുക്കും. കാരണം നിന്റെ സ്നേഹം യാഥാർത്ഥ്യമാണ്. ആ ഒരു സ്നേഹത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണ്. നീ പറയുന്ന വാക്കുകൾ പച്ച നുണയാണ്, കള്ളമാണ്. നിന്റെ സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ല. ആത്മാർത്ഥതയുണ്ടെങ്കിലേ നീ ഹബീബിന്റെ വാക്കുകൾക്ക് കാതോർത്ത് നിര്യാണിക്ക് മുകളിലേക്ക് ഫാൻസുകൾ കയറ്റണമായിരുന്നു. ഹബീബിന്റെ ഹദീസുകൾക്ക് കാതോർത്ത് നിന്റെ താടി നീ വടിക്കാതെ സൂക്ഷിക്കണമായിരുന്നു. പക്ഷേ നീ അതല്ല ചെയ്തത്. നീ നോക്കിയത് സെലിബ്രിറ്റികളെയാണ്, നീ പിന്തുടർന്നത് നടന്മാരെയാണ്, നീ പിന്തുടരുന്നത് കളിക്കാരെയാണ്. ഒരു കാലത്ത് പള്ളിയുടെ മിമ്പറിൽ നിന്ന് ഖുതുബ കഴിഞ്ഞ് ജുമുഅ കഴിഞ്ഞ് നമ്മുടെ ഉസ്താദുമാർ പള്ളിയിൽ നിന്ന് നിരന്തരമായി വഅദ് പറഞ്ഞ് താടി വെക്കാൻ, താടി വടിക്കല്ലേ, താടി വടിച്ചു കളയല്ലേ എന്ന് പറഞ്ഞപ്പോ ആരാണിത് കേട്ടത്? ഞെരിയാണിക്ക് താഴെ നിങ്ങൾ ഫാൻസ് ധരിക്കല്ലേ, നിസ്കരിക്കുമ്പോഴെങ്കിലും അതൊന്ന് ഉയർത്തണേ എന്ന് പറഞ്ഞപ്പോ ആരാണ് ആ വാക്കുകൾ കാതോർത്തത്? ആരാണ് ആ വാക്കുകൾ അനുസരിച്ചത്? എവിടെ? എത്ര മോശമായിട്ടാണ്, എത്ര നിസ്സാര ഭാവത്തോടെയാണ് അതൊക്കെ കണ്ടത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു നടൻ, ഒരു നടി, ഒരു കളിക്കാരൻ ഇവര് താടി വെച്ചപ്പോ എന്നാ പിന്നെ ഞാനും വെക്കാണ്. സത്യത്തിൽ ആരോടാ നിന്റെ സ്നേഹം? പറയണം, ആരോടാ സ്നേഹം? നീ ഫാൻസ് നിന്റെ ഞെരിയാണിക്ക് മുകളിൽ കയറ്റി. ഖതീബ് ഉസ്താദുമാര് പള്ളിയിൽ നിന്ന് നിരന്തരമായി വാതോരാതെ പ്രഭാഷണം നടത്തിയപ്പോ അനുസരിക്കാൻ പറ്റാത്ത നീ ഒരു സുപ്രഭാതത്തിൽ നിന്റെ ഞെരിയാണിക്ക് മുകളിലുള്ള ഫാൻസ് കാണുമ്പോ ഞാൻ ചോദിച്ചു പോവാൻ, ആർക്ക് വേണ്ടിയാണ് ഈ അഭിനയങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ഈ വേഷങ്ങൾ? ആർക്ക് വേണ്ടിയാണ് ഈ വേഷം കെട്ടുകൾ? ആരെയാണ് നീ സ്നേഹിക്കുന്നത്? ആരെയാണ് നീ നെഞ്ചിലേറ്റുന്നത്? ഒരു റബീഉൽ അവ്വൽ വരുമ്പോ സലാത്തും ചൊല്ലി ബൈക്കിലൂടെ റൈസ് ചെയ്തിട്ട് നീ റാലി പോയതുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം പരിപൂർണമല്ല മുഅ്മിനെ. ഹബീബിനോടുള്ള സ്നേഹമായിട്ടില്ല. റബീഉൽ അവ്വൽ 12 പാട്ട് പാടിയതുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം പൂർണ്ണമായിട്ടില്ല. ആ ഒരു ജീവിതം നമ്മുടെ എല്ലാ സമയങ്ങളിലും പിന്തുടരാൻ നമ്മൾ ശ്രമിക്കണം. ഹബീബിന് നൊന്തുപോയാൽ നമ്മൾക്കും നൊന്തുപോകണം, നമ്മളും വേദനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈമാൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരിക്കലിങ്ങനെ കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനിൽ ഇരുന്നിട്ടിങ്ങനെ നിരന്തരമായി കരയുന്നത് കണ്ടപ്പോ സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്തിനാണ് താങ്കൾ കരയുന്നത്? എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്,
എനിക്കെന്റെ സഹോദരങ്ങളെ കാണാൻ പൂതിയായി, എനിക്കെന്റെ ചെറുപ്പക്കാരെ, എനിക്കെന്റെ സഹോദരങ്ങളെ, എനിക്കെന്റെ ഉമ്മത്തിനെ കാണാൻ പൂതിയായി. അപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്, യാ റസൂലല്ലാഹ് അവലസ്നാ ഇഖ്വാനുക യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ, ഞങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളല്ലേ? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ലാ, നിങ്ങൾ എന്റെ സഹോദരങ്ങളല്ല, നിങ്ങളെ കാണാനല്ല ഞാൻ കരയുന്നത്, നിങ്ങളെ കാണാഞ്ഞിട്ടല്ല ഞാൻ കരയുന്നത്, ബൽ ആതും സുഹാബി, നിങ്ങൾ എന്റെ സുഹാബാക്കളാണ്, നിങ്ങൾ എന്റെ അനുചരന്മാരാണ്. ഞാൻ കരയുന്നത് എന്നെ കാണാതെ, എന്നെക്കുറിച്ച് കേട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്റെ ശേഷം വരാനുണ്ട്. അതിൽ പുതുപ്പറമ്പുകാരുണ്ട്, അതിൽ മലപ്പുറം ജില്ലക്കാരുണ്ട്, അതിൽ കേരളക്കാരുണ്ട്, ഇന്ത്യക്കാരുണ്ട്. ലോകത്തിന്റെ മുക്കുമൂലകളിലുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം കാക്ഷിക്കുന്ന 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ എന്റെ ശേഷം എന്നെ സ്നേഹിക്കുന്നവരായിട്ട് കടന്നു വരും. അവരെ കാണാൻ എനിക്ക് പൂതി തോന്നുകയാണ്, അവരെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മെ കുറിച്ചോർത്ത് നമ്മൾക്ക് വേണ്ടി കരഞ്ഞുപോയ ഒരു പരിശുദ്ധ റസൂലുള്ളാഹ് നമ്മൾക്ക് വേണ്ടി കരയാണ്. ഖബർസ്ഥാൻ എന്നിട്ട് കരയുമ്പോൾ ചോദിച്ചു, എന്തിനാ? അവർ പറഞ്ഞു, എന്റെ ശേഷം വരുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. നമ്മൾ എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ വന്നത്? എന്തിനാ ഇവിടെ സംഘടിപ്പിച്ചത്? എന്തിനാ വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? കൂലി പ്രതീക്ഷിച്ചിട്ട് വന്നതാണ്. ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി റബീഅ പ്രഭാഷണം എന്ന് പറഞ്ഞപ്പോ ആ ഒരു സ്നേഹം മനസ്സിൽ നിന്ന് അണപ്പൊട്ടി നമ്മൾ ഇങ്ങോട്ട് വന്നതാണ്. നമ്മളെ കാണാൻ ഹബീബ് കൊതിച്ചിട്ടുണ്ട്, കാണാത്ത വിഷമത്തിൽ ഹബീബ് കരഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെ സ്നേഹിക്കുന്നെങ്കിലും അതിലെന്തെങ്കിലും ഒരു കാരണമുണ്ടാവും അല്ലേ? നമ്മൾക്ക് വിഷമം നൽകാതെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്തു തരുന്ന നമ്മുടെ ഭാര്യമാർ, ആ ഭാര്യമാർ നമ്മൾക്ക് എന്ത് സ്നേഹമായിരിക്കും. അതിന്റെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. എന്നാൽ നമ്മൾ വെറുപ്പിക്കുന്ന ഭാര്യമാർ എന്നും പരാതി വീട്ടിലെത്തിയാ തുടങ്ങാൻ ടാപ്പ് റെക്കോർഡ് ഓൺ ചെയ്യുന്നത് പോലെ പരാതികളുടെ പ്രളയം. പരാതികൾ ഓരോന്നോരോന്നായി പറഞ്ഞ് കണ്ടതും കേട്ടതുമെല്ലാം കുറ്റപ്പെടുത്തുന്ന ഭാര്യമാരാണെങ്കിൽ അവരോട് നമ്മൾക്ക് സ്നേഹം ഉണ്ടാവൂല. തൽക്കാലം ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുന്നതിന് വേണ്ടി തട്ടിമുട്ടി പോകും, ഏതുവരെ മരിക്കുന്നത് വരെ തട്ടിമുട്ടി പോകുന്നത് വരെ പോവാ, അത്ര തന്നെ. ഒരു സ്നേഹം ഉണ്ടാവൂല. എപ്പോഴാ സ്നേഹം ഉണ്ടാവുക? അവർ നമ്മളോട് നല്ല സ്നേഹത്തോടെ പെരുമാറുമ്പോൾ. ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്ന ആളുകൾക്ക് നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കാറുണ്ട് അല്ലേ? എന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ നെഞ്ചിലേറ്റുന്ന മെസ്സിയുടെയും റൊണാൾഡോയുടെയും നെയ്മറിന്റെയും സ്നേഹത്തിന്റെ പിന്നിൽ അവരെന്താണ് നമ്മൾക്ക് തന്നത്? അതറിയണം. എന്ത് തന്നു അവർ? നമ്മൾക്ക് പോട്ടെ, സമൂഹത്തിന് എന്ത് നൽകി, ലോകത്തിന് എന്ത് നൽകി, രാജ്യത്തിന് എന്ത് നൽകി? നമ്മൾ സിന്ദാബാദ് വിളിക്കുന്ന നടീനടന്മാർ എന്ത് നൽകി നമ്മൾക്കറിയണ്ടേ? ഒരു ചുക്കുപോലും നമ്മൾക്ക് നൽകാതെ നെയ്മറിന്റെയോ മെസ്സിയുടെയോ റൊണാൾഡോയുടെയോ മമ്മൂട്ടിയുടെയോ മോഹൻലാലിന്റെയോ കഥകളല്ല ഞാൻ പറയുന്നത്. അവര് സമൂഹത്തിന് എന്ത് നൽകി? സമൂഹത്തിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്തു എന്നല്ലാതെ ഒരുപാട് വിവാഹമോ നൽകിയത് വേറൊന്നും നൽകിയിട്ടില്ല. നമ്മൾ ബുദ്ധികളാവരുത്. നമ്മുടെ ബുദ്ധി മറ്റൊരാളുടെ മുമ്പിൽ പണയം വെക്കരുത്. ആർക്കോ വേണ്ടി ചിന്താബാധ വിളിച്ച് നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ, മൂല്യമായ സമയങ്ങൾ നഷ്ടപ്പെടുത്തരുത്. എന്റെ സ്നേഹമുള്ള ചെറുപ്പക്കാർ, എന്റെ സ്നേഹമുള്ള പുതുപ്പറമ്പിലെ ചെറുപ്പക്കാരോട്, ഇത് ഓൺലൈനിലൂടെ വീക്ഷിക്കുന്ന ചെറുപ്പക്കാരോട് എനിക്ക് വളരെ ആത്മാർത്ഥമായി ചോദിക്കാനുള്ളത്, ആരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉപ്പമാരെ സ്നേഹിക്കാൻ അവർ നമ്മൾ വളർത്തി, ഉമ്മമാരെ സ്നേഹിക്കാൻ അവർ ഗർഭം ചുമന്നു, അതുപോലെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ സ്നേഹിക്കാൻ അതിനും കാരണങ്ങളുണ്ട്. ഉസ്താദുമാരെ സ്നേഹിക്കാൻ സയ്യിദന്മാരെ സ്നേഹിക്കുകയാണ്, അതിനൊക്കെ കാരണങ്ങളുണ്ട്. എന്തിന് ഏതോ രാജ്യത്തുള്ള ഏതോ വിവരദോഷികളായ ആളുകൾക്ക് നമ്മൾ സിന്ദാബാദ് വിളിക്കാനും സ്നേഹിക്കാനും പോവേണ്ട ആവശ്യം എന്താണ്? വല്ലതും അവർ നമ്മൾക്ക് നൽകിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ എല്ലാം നമ്മൾക്ക് നൽകിയ ഒരു പ്രവാചകനെ നമ്മൾ മനഃപൂർവ്വം മറന്നുപോയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, ഞാൻ കരയാനുള്ള കാരണം ശേഷം വരാനുള്ള എന്റെ സമൂഹത്തെ ഓർത്തിട്ടാണ്. എന്റെ സമൂഹത്തെ ഓർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നത്. ആ ഹബീബിനോടല്ലേ തിരിച്ച് നമ്മൾ സ്നേഹം കാണിക്കേണ്ടത്. അല്ലാഹു നമ്മൾക്ക് ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.
ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ മന്ദിരം ഫത്ഹ് മക്കയുടെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങാൻ വേണ്ടി അലി തങ്ങളെ പറഞ്ഞേക്കുകയാണ്. അലി തങ്ങളെ ഉസ്മാൻ നബി തങ്ങളെ ചോദിച്ചിട്ടുണ്ട്, യാ ഉസ്മാനെ, നിന്റെ കയ്യിലുള്ള കഅബയുടെ താക്കോല് തന്നിട്ട് ആ കഅബയുടെ അകത്തേക്ക് ഞാനൊന്ന് കയറിക്കോട്ടെ, എനിക്ക് കയറാൻ സമ്മതം തരുമോ എന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ സമ്മതിച്ചിട്ടില്ല. ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ സമ്മതിച്ചിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബിനെ. ഫത്ഹ് മക്കയുടെ സമയം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സമീപിച്ച് ചോദിച്ചപ്പോഴും കൊടുക്കാതിരുന്നപ്പോ കയ്യിൽ നിന്ന് ബലമായി താക്കോല് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് നൽകുകയാണ്. ഹബീബ കഅബയുടെ താക്കോൽ ഉപയോഗിച്ചിട്ട് കഅബയുടെ അകത്തളങ്ങളിലേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ കഅബയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം വിവർണമായിട്ടുണ്ട്. എന്തേ നബിയെ പെട്ടെന്ന് കഅബയിൽ നിന്ന് പുറത്തേക്ക് വന്നത്? അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. ആരാണോ ഈ കഅബയുടെ താക്കോൽ സൂക്ഷിക്കുന്നത് അവരുടെ കയ്യിലേക്ക് തന്നെ താക്കോൽ തിരിച്ചേൽപ്പിക്കണേ. അവരാണ് ഇതിന്റെ അവകാശികൾ. നിങ്ങളൊരിക്കലും അനീതി കാണിക്കാൻ പാടില്ല. വഇദാ ഹകംതും ബൈനന്നാസി തഹ്കുമൂ ബിൽ അദൽ. നിങ്ങളൊരു കാര്യം വിധിച്ചാൽ നീതിയോടെയായിരിക്കണം വിധിക്കേണ്ടത്. ഉടനെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് അലി തങ്ങളെ ഏൽപ്പിച്ചിട്ട് താക്കോല് തിരിച്ചു നൽകിയപ്പോ അമുസ്ലിമായിരുന്ന ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനൊരു മുക്കാല് വരെ പോവാ. നിങ്ങൾക്ക് തിരക്കുണ്ട്. പിന്നെ ദുആ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ദിവസം കൂടി നമ്മൾ ഇൻഷാ അല്ലാഹ് മുക്കാല് വരെ പോകും. ഒരു നിർത്തും. പിന്നെ തങ്ങൾ ദുആ ചെയ്ത് നമ്മൾക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏകദേശം 35-40 ആവാനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സൗമ്യമായ സ്വഭാവം കണ്ടപ്പോ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ടോ അല്ലാഹുവിന്റെ ഹബീബ് നേരെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ ഹബീബിനെ ദുഃഖത്തോടെ കണ്ടപ്പോ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാലക ഹസീൻ അറാക ഹസീന. നബിയേ, നിങ്ങളെ ദുഃഖിതരായി ടെൻഷൻ പിടിച്ച് എന്തോ ഒരു വിഷമത്തോടെ ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ, എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തുള്ള മുസ്ലിമീങ്ങളായ ഓരോ ചെറുപ്പക്കാരന്റെയും ചെവിയിലേക്ക് കർണപുടങ്ങളിലേക്ക് തുളച്ചു കയറേണ്ട വാക്കാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്. കേൾക്കണേ ചെറുപ്പക്കാരാ, കേൾക്കണേ സഹോദരാ, കേൾക്കണേ സഹോദരി, എത്രമാത്രം നമ്മെ ഓർത്ത് കരഞ്ഞു പോയിട്ടുണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ദുഃഖിതനായിരിക്കാനുള്ള കാരണം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഫഅൽതുൽ യൗമ ശൈആ. ആയിഷ, ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു പോയിട്ടുണ്ട്. വദിത്തു ലൈതനീ മാ ഫഅൽതു. ഇത് ഞാൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. ചെയ്തതിന് ശേഷം എനിക്ക് ടെൻഷൻ വരികയാണ്, ചെയ്തതിന് ശേഷം എനിക്ക് ദുഃഖം വരികയാണ്. ഇത് വേണ്ടായിരുന്നു. ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു, ആ കാര്യത്തോർത്തിട്ടാണ് ഞാൻ ഇന്ന് ഞാനൊരു കാര്യം ചെയ്തു, ആ കാര്യം ചെയ്യാതിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. അപ്പോഴാണ് ആയിഷ ബീവി ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എന്താണ് ആ കാര്യമെന്ന്? നബി തങ്ങൾ പറയാൻ തുടങ്ങി, ദഖൽതുൽ ബൈത. ഇന്ന് ഞാൻ കഅബയുടെ അകത്തളങ്ങളിലേക്ക് ഞാൻ കയറുകയുണ്ടായി. ഫയജീഉ റജുലുൻ മിനൽ ആഫാഖ്. ലോകത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന്,
ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നും, ജപ്പാനിൽ നിന്നും, ചൈനയിൽ നിന്നും, ചെച്ചനിയയിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഓരോ ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വരുമ്പോ, തവാഫ് ചെയ്യാൻ വരുമ്പോ, ഉംറ ചെയ്യാൻ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് കഅബയുടെ അകത്തളങ്ങളിൽ കയറി നിസ്കരിച്ചിട്ടുണ്ടല്ലോ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കഅബയുടെ അകത്തളങ്ങളിലേക്ക് കയറാൻ ഒരു ആഗ്രഹമുണ്ടാവൂലേ? ഞാൻ കയറിയത് കൊണ്ട് അവർക്കും കയറാൻ ഒരു ആഗ്രഹമുണ്ടാവൂലേ? എന്നോട് കയറാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. എന്നോട് അല്ലാഹു പറഞ്ഞത് തവാഫ് ചെയ്യാനാണ്, അകത്തളങ്ങളിലേക്ക് കയറാൻ പറഞ്ഞിട്ടില്ല. അല്ലാഹു പറഞ്ഞ വിഷയമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലാഹു പറയാത്ത ഒരു വിഷയം, ഞാൻ കഅബയുടെ അകത്തളങ്ങളിൽ നിന്ന് നിസ്കരിക്കുകയും അകത്തളങ്ങളിലേക്ക് കയറുകയും ചെയ്തപ്പോ എന്റെ പാവപ്പെട്ട ശേഷം വരുന്ന ആളുകൾക്ക് വിഷമം വരുമല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ കരയുന്നതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ എത്ര പ്രാധാന്യം അല്ലാഹുവിന്റെ ഹബീബ് നമ്മൾക്ക് നൽകിയിട്ടുണ്ട്, എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ വിലയിരുത്താം. ഇൻഷാ അല്ലാഹ് ഒരു ഷോർട്ട് ബൈക്ക് തരാണ് നമ്മുടെ സയ്യിദ് ആഷിം നാസർ ഹയ്യ തങ്ങൾ ഇവിടെ ദുആ ചെയ്യും. അപ്പോൾ ചെറിയൊരു അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് സംസാരിക്കില്ല, കുറച്ച് സംസാരിച്ച് നമ്മൾക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.